ഹലോ ഗൈസ്, ഫൈൻഡ് ആ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനൊരു 43 സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാരെ വിളിച്ചു വെച്ച് മുറിച്ച് കൊടുക്കും എന്നുള്ളത്. നമ്മൾ 43 സെൻറ്റ് അല്ല, ഒരു 23 സെൻറ്റ്, ഒരു 20 സെൻറ്റ് സ്ഥലമായിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വീഡിയോ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ കാണുന്ന ഒരു ഐറ്റിൽ കണ്ടില്ലേ, താഴത്ത് ആ ഒരു വീട് കണ്ടില്ലേ, ആ വീട് കാണുന്നത് നല്ല നിറഞ്ഞ സ്ഥലമാണ്. അതിൻ്റെ താഴത്ത് കാണുന്നത് വയലാട്ടോ. ഈ കാണുന്നത് വയലാണ്. ഇപ്പോൾ വെള്ളമാണ് കെട്ടി കിടക്കുന്നത്. അപ്പോൾ വയലിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ റോഡ് ഇങ്ങനെ കയറി വന്നിട്ട് നേരെ ഇവിടെയൊക്കെ തട്ടായിട്ടുള്ള പറമ്പാണ്. ഈ പറമ്പൊക്കെ കയറിയിട്ട് ലേശം ഒരു മുകളിലേക്കായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത്. വലിയൊരു കുത്തനുള്ള കയറ്റം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അവിടെ താഴത്ത് നിന്ന് ഇങ്ങനെ മേലോട്ട് കയറി വന്നിട്ടാണ് ഈ സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ്. ഇപ്പോൾ നല്ല കാറ്റാട്ടോ അവിടെ. ഇങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അത്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളെ വീഡിയോ കണ്ട് കുറേ ആൾക്കാർ സ്ഥലം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഇവിടെ താഴത്തെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ചെറിയ കയറ്റുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇപ്പോൾ ഒന്ന് ക്ലാരിഫിക്കേഷൻ വരുത്തുക. കാരണം കുറേ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഈ ടൗണിൽ വരുന്ന ആൾക്കാർക്ക് ഇത് വലിയൊരു കയറ്റമായിട്ട് തോന്നും. പക്ഷേ അത് അങ്ങനത്തെ വലിയ കയറ്റം കാര്യങ്ങളൊന്നുമല്ല. റോഡ് നല്ല സ്മൂത്തായിട്ടുള്ള ഇങ്ങനെ ചെരിഞ്ഞ് കയറുന്ന ഒരു കയറ്റമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ മലകളൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു വ്യൂ പോയിൻ്റാണ്. താഴത്ത് ആ വീട് നിൽക്കുന്നതാണ് ശരിക്കും ഈ സ്ഥലത്തിൻ്റെ നിറഞ്ഞ സ്ഥലം. ആ വീടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. നമ്മൾ കനാലിൻ്റെ റോഡ് ഇങ്ങനെ സൈഡിൽ കൂടെ കനാലിൻ്റെ വയലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ റോഡ് പോവുകയാണ്. നമ്മൾ കോഴിക്കോട് ചേളന്നൂർ 82 പോൽക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ചേളന്നൂർ 82 പുതിയടത്തായ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പോൽക്കാവിലേക്കുള്ള റോഡ് പോകുന്നുണ്ട്. ആ റോഡിന് പോകുമ്പോഴാണ് നമ്മൾ ഈ പ്ലോട്ടിലേക്കുള്ള വഴി വരുന്നത്. അപ്പോൾ ഈ താഴത്തുള്ള ഒരുവിധ പ്ലോട്ടുകളൊക്കെ നമ്മൾ കച്ചവടമായിട്ടുള്ളതാണ്. കുറച്ച് പ്ലോട്ട് കൂടി കൊടുക്കാനുണ്ട്. ഈ കാണുന്ന റോഡ് ഇങ്ങനെ കയറി വന്നിട്ട് നേരെ നമ്മൾ ഈ പ്ലോട്ടിൽ വന്നിട്ട് മുട്ടി നിൽക്കുകയാണ്. ഈ കാണുന്ന പറമ്പാണ് നമ്മൾ വീട് കൊടുക്കാനുള്ളത്. അപ്പോൾ നല്ല ചുവന്ന മണ്ണാണ്. നമ്മളെ പറമ്പ് ഒന്നും ചെയ്തിട്ടില്ല, മണ്ണെടുക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മളെ പറമ്പിൻ്റെ ഒരു സൈഡിൻ്റെ അതിർത്തിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലോട്ട് ഇങ്ങനെ നേരെ പോയിട്ട് ആ തെറ്റം വരെ അവിടെ ഉള്ളൊരു മാവ് വരെ ഉണ്ട്. അപ്പം ഈ പ്ലോട്ട് ഇപ്പം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്ലോട്ടിൻ്റെ നടുഭാഗം, അതായത് ആ ബൈക്ക് വെച്ച് വിട്ടിട്ട് ആ കാണുന്ന മാവ്, ഇങ്ങനെയാണ് മൊത്തം 43 സെൻറ്റ് സ്ഥലമുള്ളത്. ഇവിടെ ലാസ്റ്റ് ക്രോസ് കട്ടിങ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തം 43 സെൻറ്റ് സ്ഥലമുള്ളത്. ഈ 43 സെൻറ്റ് അതിൻ്റെ നടുഭാഗം ഇങ്ങനെ നേരെ മുറിച്ച് കഴിഞ്ഞിട്ട് ആ രീതിയിലാണ് ഇപ്പം നമ്മൾ സ്ഥലം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അത് ഒരു സൈഡാകുമ്പോൾ 20 സെൻറ്റ്, ഒരു സൈഡ് 23 സെൻറ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കും. മൊത്തം എടുക്കുകയാണെങ്കിൽ 43 സെൻറ്റ് സ്ഥലം വരും. അപ്പം റോഡിന് നമ്മൾ ഇപ്പം ഈ പ്ലോട്ട് എടുക്കുന്ന ആൾക്ക് ഈ സൈഡിൽ കൂടെ കുറച്ച് റോഡ് കയറ്റി ഇങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് കുറച്ച് പ്ലോട്ട് പോകും. നല്ല അടിപൊളി ഫുള്ള് തെങ്ങൊക്കെ ഉള്ള ഒരു അടിപൊളി പറമ്പാണ്. അപ്പോൾ ഇതിൻ്റെ മേലോട്ടേക്കും ലേശം ഐറ്റിലേക്ക് സ്ഥലം പോകുന്നുണ്ട്. അത് നമ്മളെ പറമ്പല്ല, വേറെ ആളെ പറമ്പാണ്. നമ്മളെ പറമ്പ് ആ കാണുന്ന മുകളിലത്തെ തെങ്ങ് വരെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ആ തെങ്ങിൻ്റെ ഫുള്ള് അവിടെ അങ്ങോട്ട് കയറിയിട്ടുള്ള കാഴ്ചയൊക്കെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരാളെ ഹൈറ്റ് ഉണ്ടാവില്ല. എൻ്റെ ഷോൾഡറിൻ്റെ ഹൈറ്റാണ് ഈ കാണുന്നൊരു മതിലിനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള നല്ലൊരു വ്യൂ പോയിൻ്റാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് 2 വഴിക്ക് നമുക്ക് വരാൻ വേണ്ടി പറ്റും. ഇതിലെ പോൽക്കാവ് കൂടെ ചെറിയ കുട്ടി ബസ് ഓടുന്നുണ്ട്. 82 പുതിയടത്തായം പോൽക്കാവിലേക്ക് ഒരു കുട്ടി ബസ് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് എടക്കര ആ ഭാഗത്തൂടെ പോകാൻ പറ്റും. അതായത് ഈ പ്ലോട്ടിൻ്റെ ബാക്കിൽ ആ വീട് നിൽക്കുന്ന ആ സൈഡിൽ കൂടെ ഒരു ഇടവഴി ഉണ്ട്. ആ ഇടവഴി കൂടെ കയറി നിങ്ങൾ നേരെ ഇറങ്ങുന്നത് കണ്ണങ്കരയിലേക്കാണ് ഇറങ്ങുന്നത്. കണ്ണങ്കര ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണങ്കര അതിൽ കൂടെ നിങ്ങൾക്ക് ചിറക്കുഴി ബസ് അതിൽ കയറിയിട്ടും പോകാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു പ്ലോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ബസ്സിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ പ്ലോട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 150-200 മീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിറക്കുഴി കണ്ണങ്കര ബസ് അതിൽ കയറാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ ഈ മുന്നിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ഏകദേശം ഒരു 300 മീറ്റർ ദൂരം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോൽക്കാവ് ആ കുട്ടി ബസ്സിൻ്റെ ടൈം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പോകാൻ പറ്റും. ഇനി ഇതിൽ കൂടെ തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു കിലോമീറ്ററൊക്കെ മാറിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയടത്തായത്ത് നിങ്ങൾക്ക് ബസ് കയറാൻ പറ്റും. 82 പുതിയടത്തായ അന്നശ്ശേരി ബസ് കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോൽക്കാവ് പോയി അത്തോളി വഴി അങ്ങനെ വേണമെങ്കിൽ പോവാം, ടൗണിലേക്ക് പോവാം. ഇനി ഇതിലേ പോയിട്ട് വേണമെങ്കിൽ 82 വഴി ബാലുശ്ശേരി റോഡ് കയറിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ടൗണിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫുള്ള് നല്ല തെങ്ങൊക്കെ ഉള്ള ഒരു അടിപൊളി പറമ്പാണ്. കല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെ ചുവന്ന മണ്ണുള്ള പറമ്പാണ്. കണ്ടില്ലേ, ഇങ്ങനെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള കാര്യമായിട്ടുള്ള മരങ്ങൾ. അതായത് വേറെ തരം ഈ പ്ലാവ്, തേക്ക് അങ്ങനത്തെ മരങ്ങളൊന്നും നമ്മളെ ഈ പ്ലോട്ടിലില്ല. ഫുള്ള് തെങ്ങുകളാണ്. തെങ്ങൊക്കെ ഉള്ള നല്ല അടിപൊളി പറമ്പാണ്. കണ്ടില്ലേ, ഈ താഴത്തെ പറമ്പൊക്കെ ഫുള്ളിങ്ങനെ പ്ലോട്ടാക്കിയിട്ട് വിൽക്കുന്ന പറമ്പാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല.
നല്ല അടിപൊളി പറമ്പാണ്. മാക്സിമം എനിക്ക് വില കുറച്ച് വാങ്ങിത്തരാൻ പറ്റുന്നൊരു പ്ലോട്ടാണ്. 1,75 സെൻറ്റിന് ചോദിക്കുന്നത്. അത് നിങ്ങൾ നോക്കണ്ട, വില പറയുന്നത് നോക്കണ്ട, മാക്സിമം ഞാൻ കുറച്ച് വാങ്ങിത്തരാം. താല്പര്യമുള്ള ആൾക്കാരുണ്ടായി വന്നോളി. അപ്പം ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കുക, ലേശം ഇങ്ങോട്ടേക്ക് കണ്ടില്ലേ, ആ താഴത്താണ് വീട് നിൽക്കുന്നത്. ആ താഴത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു കയറ്റം മാത്രമേ ഈ പ്ലോട്ടിനുള്ളൂ. അതും നല്ല അടിപൊളി താഴത്തെ റോഡാണ് വരുന്നത്. ഇലക്ട്രിക് സ്കൂട്ടർ അങ്ങനത്തെ വണ്ടിയൊക്കെ കയറി വലിയൊരു കയറ്റ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട്. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അത് ലേശം ഉള്ളോട്ടാണല്ലോ, ലേശം കയറിയിട്ടാണല്ലോ ഒക്കെ പറയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ അത് പറയാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും നിങ്ങളിവിടെ കാണാൻ വേണ്ടി വരുമ്പം ഇതൊക്കെ കാണുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഒരു ഉള്ളതുപോലെ സത്യം തുറന്ന് പറഞ്ഞതാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വരണം. പുതിയടത്തായം 82 പുതിയടത്തായത്തു നിന്നാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ അടുത്ത് നമ്മൾ ഈ പ്ലോട്ടിലേക്ക് ദൂരം വരുന്നുണ്ട്. ഇവിടുന്ന് പൊൽക്കാവ് മെയിൻ റോഡിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 300 മീറ്റർ നിങ്ങൾക്ക് പോയാൽ ബസ് കയറാം. ഇനി ഈ സ്ഥലത്തിൻ്റെ ബാക്ക് വശത്തൂടെ ഇടവഴി ഉണ്ട്. അതിലൂടെ നിങ്ങൾ കണ്ണങ്കര ഭാഗത്തേക്ക് ബസ് കയറുകയാണെങ്കിൽ ഒരു 150-200 മീറ്റർ ദൂരം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പേടിക്കാനില്ല, ബസ് കയറാനൊന്നും വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലോട്ടാണ്. പിന്നെ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ താഴത്തെ പ്ലോട്ടിലൊക്കെ ഇപ്പോൾ വീടുകൾ വരും. അതുപോലെ തന്നെ ഈ കാണാനില്ല, നമ്മൾ പ്ലോട്ടിന് തൊട്ടടുത്ത് ഇവിടെ വീടുണ്ട്, പിന്നെ ബാക്കിൽ വീടുകളുണ്ട്. അവിടെയൊക്കെ ഫുള്ള് വീടുകളാട്ടോ, നിറച്ച് വീടുകളാണ്. ഈ കാണുന്ന ഏരിയയിലൊക്കെ വീടുകളാണ്. അപ്പം കുറച്ച് ഡെവലപ്പായി വരുന്ന സ്ഥലമാണ്, നല്ല അടിപൊളി പറമ്പാണ്. അപ്പോൾ വാങ്ങിയിട്ട് വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 43 സെൻറ്റ് സ്ഥലത്തൊരു വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ പോയിൻ്റുള്ള ഒരു ഏരിയ, നല്ലൊരു സ്ഥലം എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വിളിക്കുക. ഇതിൻ്റെ ബാക്കിയുള്ള ഫുൾ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിലെ പറമ്പിൻ്റെ ഘടനകളൊക്കെ കാണിച്ചു തരാം. ഇതുപോലെയുള്ള ചെറിയ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ താഴത്തേറ്റം ഭാഗത്ത് പറമ്പാണുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് കണ്ടില്ലേ, ചെറിയൊരു ഒരു തൊടി മാറിയിട്ടാണ് കയറി വരുന്നത്. ഒക്കെ നല്ല ചുവന്ന മണ്ണാണ്. നമ്മളൊരു കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ അടുത്ത് കാണാം. പിന്നെ ഒരുപാട് ആൾക്കാർ സംശയിക്കും വെള്ളം കിട്ടുമോ, അതുപോലെ ലേശം കുറച്ച് ഹൈറ്റിലേ അല്ലേ കണ്ടില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ നേരായിട്ടുള്ള വീട്. അത്രയും താഴ്ചയിലാണ്. വെള്ളം കയറുമല്ലോ ഒന്നാമത്തെ കാര്യം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ താഴത്താ കാണുന്നതാണ് വയൽ. അപ്പോൾ നമ്മളെ പ്ലോട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളെ വരുന്ന വയലിലേക്കൊന്നും ഈ പ്ലോട്ടിലേക്കൊന്നും വെള്ളം കയറില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ പ്ലോട്ടിനില്ല. പിന്നെ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ഈ കാണുന്ന താഴത്തെ വീടുകളിലൊക്കെ കിണറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ആ താഴത്തെ വീട്ടിലും ഈ കാണുന്ന വീട്ടിലൊക്കെ കിണറുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കാര്യമൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അടിപൊളി വെള്ളം കിട്ടുന്നതാണ്. ചിലപ്പം കുറച്ച് ആഴത്തിൽ കുഴിക്കേണ്ടി വരും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. വെള്ളം എന്തായാലും കിട്ടും. അതുപോലെ തന്നെ കണ്ടില്ലേ, നല്ല മണ്ണാണ്. അപ്പം വലിയൊരു കുത്തനുള്ള കയറ്റ കാര്യങ്ങളൊന്നുമല്ല, അങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാൻ പറ്റുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. അടിപൊളി കണ്ടില്ലേ, അങ്ങനെ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം പറമ്പ് എന്ത് ഭംഗിയുള്ള പറമ്പാന്നുള്ളത്. കണ്ടില്ലേ, ഇങ്ങനെ തട്ടായിട്ട് നല്ല തെങ്ങൊക്കെ ഉള്ളൊരു അടിപൊളി പറമ്പാണ്. നല്ല സൈലൻ്റ് ഏരിയയാണ്. ഒരു വീടൊക്കെ ഉണ്ടാക്കി, ഇതിൻ്റെ ഒരു അപ്സ്റ്റർ വീടൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 വ്യൂ പോയിൻ്റ് കണ്ടോ. ബാക്കിലവിടെയൊക്കെ വലിയ അപ്സ്റ്റർ വീടുകൾ കുറേ വീടുകളുണ്ട്. നമ്മളെ ബാക്കിൽ വീടില്ല, അല്ലല്ലേ. അവിടെ ഒരു പശു ഉണ്ട് കേട്ടോ. ഞാനാണ് മുത്തേ ഒരു പശു നോക്കിയിട്ട് എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരാണ് ഇവിടെ വന്ന് എൻ്റെ പറമ്പിൽ വന്നതെന്നുള്ളൊരു ചോദ്യം കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു അടിപൊളി പറമ്പാട്ടോ ഈ കാണുന്നത്. കണ്ടില്ലേ, നമുക്ക് ആ മലേൻ്റെ മുകളിലൊരു വീട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടതാ, ഈ ബേജാറാക്കല്ലേ മുത്തേ. അത് എന്നെ കണ്ടിട്ട് കരയാൻ തോന്നുന്നു പക്ഷേ അത് ഇവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാരാട്ടോ. അവർ കുടുംബശ്രീ തൊഴിലാളികളാണ്. അപ്പം എന്നെ കണ്ടപ്പോൾ നോക്കിയതാണ്. കാരണം പെട്ടെന്നൊരു പ്രതീക്ഷിക്കാണ്ട് ഒരാൾ പറമ്പിൽ നിൽക്കുന്ന കാണുമ്പോൾ നോക്കുമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ളൊരു നോട്ടം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ല, ഇങ്ങനെ ഒരു സ്ഥലം കേട്ടോ. ഇവിടെ നല്ല വീട്. അപ്പം അതൊരു കുടുംബശ്രീ ചേച്ചി കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ പ്ലോട്ട് വിൽക്കാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് പുതിയ പ്ലോട്ടുകൾ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വന്നത് ഇതൊരു 43 സെൻറ്റ് സ്ഥലം കേട്ടോ. നല്ല അടിപൊളി പറമ്പാണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയ തട്ടായിട്ടാണ് പറമ്പ് പോകുന്നത്. നമ്മളെ ഏറ്റവും മുകളിലത്തെ തൊടിയാണ്.
ഇതിങ്ങനെ ഫുള്ള് നിറച്ച് തെങ്ങുകളൊക്കെ ആയിട്ട് നല്ല തേങ്ങകളുള്ള നല്ല അടിപൊളി പറമ്പാണ്. ലേശം ഹൈറ്റിലാണ് ഈ പറമ്പ് നിൽക്കുന്നത്. അതായത് അവിടെ നിന്ന് വരുമ്പോൾ വലിയൊരു ഹൈറ്റ് തോന്നില്ല, പക്ഷേ ഇവിടുന്ന് നമ്മൾ വരുമ്പോൾ ലേശം ഹൈറ്റിലാണ് ഈ പറമ്പ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വരിക. കുറച്ച് ഉള്ളോട്ടാണ് ഈ സ്ഥലം നിൽക്കുന്നത്. കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരു 43 സെൻറ്റ് സ്ഥലവും ഇതുപോലെ നല്ല അടിപൊളി ഒരു പറമ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലേശം ഒന്ന് കുറച്ച് ഉള്ളോട്ട് നല്ല വ്യൂ പോയിൻ്റ് ആട്ടോ കണ്ടില്ലേ. നല്ല ഈ പച്ച പുല്ലുള്ള ഈ നല്ലൊരു പറമ്പ്. ഒരു 10-25 തെങ്ങ് ഇല്ലുണ്ട് കേട്ടോ. ഈ ഒരു നടുവിലുള്ള ഒരു 5 തെങ്ങ് 6 തെങ്ങ് നോക്കിയാൽ ഒരു അടിപൊളി വീട് ഇവിടെ ഉണ്ടാക്കുക. കോമ്പൗണ്ടുകൾ കിട്ടുക, ഇലക്ട്രിക് പോസ്റ്റ് തൊട്ടടുത്തുണ്ട്, ബാക്കിൽ കൂടെ ഇടവഴിയുണ്ട്, മുന്നിൽ കൂടെ റോഡും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിയിടാൻ താല്പര്യമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ വാങ്ങിയിട്ടോളി. ഭാവിയിലൊക്കെ നല്ല വില കിട്ടും. കാരണം വെള്ളം കയറാത്തൊരു ഏരിയ ആണ്, പിന്നെ നല്ല വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണ്, നല്ല ചുവന്ന മണ്ണുള്ള പറമ്പാണ്. താഴത്ത് ഫുള്ള് ഡെവലപ്പായി വരിക. താഴത്ത് ഫുള്ള് കണ്ടില്ലേ, ആ താഴത്ത് റോഡ് വന്നിട്ട് അവിടെയൊക്കെ സ്ഥലങ്ങൾ ഒരു 80% സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അപ്പം ഈ പ്ലോട്ട് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ എന്നെ വിളിക്കുക. 43 സെൻറ്റ് സ്ഥലമാണ്. ഒരു 20 സെൻറ്റ് ഒരു 23 സെൻറ്റ് രണ്ട് പ്ലോട്ടായിട്ടാണ് കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം വിളിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ 20 സെൻറ്റ് സ്ഥലം നമ്മൾ അതിൽ കുറച്ച് മുറിച്ച് കൊടുക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ കുറച്ച് ലോണുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 10 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലം കൊടുത്താൽ നമുക്ക് അതിൻ്റെ റിലീസ് ചെയ്ത് കിട്ടില്ല, അത് ആധാർ റിലീസ് ചെയ്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മിനിമം 20 സെൻറ്റ് സ്ഥലം കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആരും ഇനി സ്ഥലം മുറിച്ച് കൊടുക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ച് വേണ്ട. മുറിച്ച് കൊടുക്കും. 2 പ്ലോട്ടായിട്ട് 20 സെൻറ്റ് 23 സെൻറ്റായിട്ട് കൊടുക്കും. അതിൽ 20 സെൻറ്റിൽ കുറച്ചിട്ട് കൊടുക്കില്ല. സെൻറ്റിന് 1,70,000 ചോദിക്കുന്നത് നിങ്ങൾ നോക്കുകയോ വേണ്ട. വില ഞാൻ മാക്സിമം ഞാൻ കുറച്ച് വാങ്ങിത്തരാം. താഴത്തെ റോഡടക്കമാണ് നമ്മൾ ഈ പ്ലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നതിൻ്റെ ഗുഡ് ബൈ കേട്ടോ. ഈ കാണുന്ന പ്ലോട്ട് ഉണ്ടല്ലോ, ഇതിന് നടു കൂടെ കേട്ടോ. നടു കൊണ്ട് മുറിച്ചിട്ട് 23 ഇവിടെ 20 അവിടെ കേട്ടോ. ആ രീതിയിലാട്ടോ തരിക. നല്ല വ്യൂ പോയിൻ്റാണ്. നല്ല കണ്ടില്ലേ, ആയിട്ടുള്ള വ്യൂ പോയിൻ്റാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. നല്ല ചുവന്ന മണ്ണാണ്, കല്ലും അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇതിൻ്റെ ബാക്കിലേക്കും വലിയ ഹൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ കാണുന്ന ഒരാളായിട്ടുള്ള ഒരു തിണ്ട് ബാക്കിലുണ്ട്, പിന്നെ ഫുള്ള് നിറന്ന പറമ്പാട്ടോ. അപ്പോൾ ബാക്കിലേക്ക് അങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനുള്ള അങ്ങനത്തെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി പറമ്പാണ്, നല്ല അടിപൊളി വെള്ളം കിട്ടും. താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ കൊണ്ടും